ഞാനിപ്പോൾ കൂടിയാണ്. നമ്മോടൊപ്പം താന്ത്രികാചാര്യൻ അക്കീരമൻ കാളിദാസ ഭട്ടതിരിപ്പാട് കൂടി ചേരുകയാണ്. ശ്രീ അക്കീരമൻ കാളിദാസ ഭട്ടതിരിപ്പാട്, ഈ ഒരു ഘട്ടത്തിൽ വിശ്വാസികളെല്ലാം, വിശ്വാസി സമൂഹം മുഴുവൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചിട്ടല്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെയല്ലേ ഇത് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ആവർത്തിക്കുകയാണ്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ എന്തിനോ ഒരു വാശിപ്പുറത്ത് ചെയ്യും പോലെ ധൃതി പിടിച്ചാണ് ഇത്രയും വേഗം അവിടെ ഇത് പുനഃസ്ഥാപിക്കുന്നത് എന്നൊരു ഘടകം കൂടി ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അത് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയും അനുഭവം ഉണ്ടായിട്ടും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഹൈന്ദവ സമൂഹത്തിനെ, ഹൈന്ദവ ക്ഷേത്ര ആചാരങ്ങളെ കുറിച്ച് തോന്നിയവാസമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങിയാൽ ഇതിന്റെ ഭവിഷ്യത്ത് ഹിന്ദു സമൂഹം മുഴുവനല്ലേ അനുഭവിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് രണ്ടു മൂന്ന് കാര്യങ്ങളെ പോലെ ഇവര് പറഞ്ഞ ദേവന്റെ അനുവാദം വാങ്ങിച്ചാണ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ, ഈ അനുവാദം വാങ്ങിച്ചതിന് ശേഷം എന്തെല്ലാം സംഭവങ്ങളാണ് ഇവിടെ നടന്നത്. ഈ സ്വർണം അതിന്റെ എല്ലാ നിയമങ്ങളും തെറ്റിച്ചുകൊണ്ട് ഈ ഇത് പൊളിച്ചു കൊണ്ടുപോയി, ദേവസ്വം ബോർഡിന്റെ ആരും ദൃക്സാക്ഷികളില്ലാതെ കൊണ്ടുപോയി തോന്നിയ പോലെ കാണിച്ചതിന്റെ ശിക്ഷ, ശരിക്കും പറഞ്ഞാൽ ഇത് ഭഗവാൻ ശരിക്കും ദൃഷ്ടാന്തമായിട്ട് കാണിച്ചു കൊടുത്തിട്ടും ഇവർക്ക് ഇത് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, അതായത് ഇങ്ങനെയൊക്കെ കാണിച്ചതിന് ദേവനോട് പ്രായശ്ചിത്തം ചെയ്യാനുള്ള വിഷയം, ഇതിപ്പോ ഭയങ്കരമായ കുഴപ്പത്തിലേക്ക് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഹൈന്ദവ സമൂഹത്തിന്റെ പ്രതികരണ ശേഷിയെ ചോദ്യം ചെയ്യുന്ന പോലെയാണ് ഈ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ദേവന്റെ മുമ്പിൽ പിന്നെ മന്ത്രിമാർ തൊട്ട് ബന്ധപ്പെട്ട എല്ലാവരും ദേവന്റെ മുമ്പിൽ പ്രായശ്ചിത്തം ചെയ്യേണ്ട വിഷയമാണിത്. കാരണം ഈ ഒരു കേടും ഇല്ലാത്ത സ്ഥാനത്തിനെ ചെമ്പാണെന്നും പറഞ്ഞ് അഴിച്ചുകൊണ്ട് പോയി ഭഗവാന്റെ ഗർഭഗൃഹം ശിരപ്പുറത്തുന്ന ഭഗവാന്റെ ശിരസ്സാണ് ഈ ശ്രീകോവിൽ എന്ന് പറയുന്നത്. അത് പിന്നെ എടുത്തുകൊണ്ട് പോയിട്ട് ഈ പിന്നെ ഭഗവാനെ അവഹേളിക്കുന്ന പോലെയല്ലേ ഈ കാണിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികൾ മുഴുവൻ ഇത് മനസ്സിലാക്കേണ്ടത്, ഇത് ശരിക്കും നമ്മളെ വിഡ്ഢികളാക്കുന്നു. മാത്രമല്ല ഇതിന്റെയൊക്കെ ദോഷം വിശ്വാസത്തിലല്ലേ അനുഭവിക്കേണ്ടി വരിക. അപ്പൊ അതൊക്കെ ഇവർക്ക് ഇതിന്റെ യാതൊരു ധാരണയില്ലാതാണ് ഈ തോന്നിവാസം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഇതിനകത്ത് മറുപടി പറയേണ്ടി വരുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഈസി ആയിട്ടൊന്നും രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇപ്പൊ ഈ കാണിക്കുന്നത് ആചാര വിരുദ്ധമാണ്. ഇപ്പൊ ചിലപ്പോ ഇവർ പറയും നമ്മള് ഈ അനുവാദം വാങ്ങിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവേണ്ട, സാധാരണ അനുവാദം വാങ്ങിച്ചാൽ അതിന്റെ പരിഹാരം അത് ചെയ്ത് വെക്കുക. പക്ഷെ ഇത് അങ്ങനെയല്ല. ഈ അനുവാദം വാങ്ങിച്ചതിന് ശേഷം എന്തെല്ലാം സംഭവങ്ങൾ ഈ കേരളത്തിൽ മുഴുവൻ ചർച്ച ചെയ്ത് ഈ കള്ളത്തരം തോന്നിയവാസം കാണിച്ചതായിട്ട് ജനങ്ങൾക്ക് മുഴുവൻ ബോധ്യമായി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു കുഴപ്പം എന്താ വെച്ചാൽ, ഈ ഭഗവാൻ, നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ ഒരടി മുമ്പോട്ട് വെച്ചാൽ ഭഗവാൻ 3 അടി മുമ്പോട്ട് വരും എന്ന് പറഞ്ഞ പോലെ, നമ്മൾ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ ഇത് പിന്നെ നമ്മുടെ സമൂഹത്തിന് മുഴുവൻ കുഴപ്പമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദു സമൂഹം ശ്രദ്ധിക്കേണ്ടത്, വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മളുടെ രക്ഷയാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കാതെ രാഷ്ട്രീയം പറയാനുള്ള വേദിയല്ല ശബരിമല. ഇവർ കാണിക്കുന്നത് മുഴുവൻ ഈ ഹിന്ദുക്കളെ മുഴുവൻ അവഹേളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ക്ഷേത്ര ആരാധനകൾ, ആചാര സമ്പ്രദായങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്, അല്ലെ ബോധ്യപ്പെട്ടേ പറ്റൂ. ശബരിമല വിഷയങ്ങളിൽ ലോകത്തിന് മുഴുവൻ, കേരളത്തിന് മുഴുവൻ, ഭാരതത്തിന് മുഴുവൻ ദോഷം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പറയുന്നത് നമ്മുടെ ധർമ്മത, കേരളത്തിലുള്ള ഓരോ വ്യക്തികളുടെയും ധർമ്മദൈവമാണ് ശബരിമല. അതുകൊണ്ട് തന്നെ അതിന്റെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പൊ ഈ കാണിക്കുന്നത് ദേവനെ അവഹേളിക്കുന്ന പോലെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് കാരണം അതിന്റെ ഈ സ്വർണം പാളി അതിനകത്തുനിന്ന് ചെമ്പാണെന്നും പറഞ്ഞു പോയെന്നും, പിന്നെ ആ സ്വർണത്തിന്റെ ഇത്ര അംശം ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടണ്ടേ. ഇത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പേ അറിയണ്ടേ ഇത്രയും സ്വർണ്ണമാണ് ഇതിനകത്ത് പോയെങ്കിൽ അത്രയും സ്വർണ്ണം ഇതിനകത്തുണ്ടോ എന്ന് ബോധ്യപ്പെടണ്ടേ. അപ്പൊ അത് ബോധ്യപ്പെടാതെ തിരിച്ചുകൊണ്ട് വെക്കുക എന്ന് പറഞ്ഞാൽ ദേവനെയാണ് ഇതിന് പിന്നെ അവഹേളിക്കുന്നത്. ഇതിന്റെയൊക്കെ ശിക്ഷ ബന്ധപ്പെട്ടവരൊക്കെ അനുഭവിച്ചേ പറ്റൂ. കാരണം ഇത് ശരിക്കും ശാസ്ത്രമല്ലേ, സത്യമല്ലേ, ശബരിമല എന്ന് പറയുന്നത് സത്യമല്ലേ. അപ്പൊ അതുകൊണ്ട് അതിനെ ഇത്തരത്തിൽ നമ്മൾ പറയേണ്ട ഒരു സംഭവം, ഈ അവിടെ ഹിന്ദുവിന്റെ ക്ഷേത്രമാണ്, അല്ലാണ്ട് ഇത് പിന്നെ മതേതര ക്ഷേത്രമൊന്നും അല്ല ഇത്. അപ്പൊ ഹിന്ദുവിന്റെ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ എന്നാൽ അവിടെ സങ്കല്പം ആർക്കും വരാം, അവിടുത്തെ ആചാരം അനുസരിച്ച് വരണമെന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും പവിത്രമായ സങ്കല്പങ്ങളെ, അവിടുത്തെ ഓരോ ചടങ്ങിനും അർത്ഥമുണ്ട്. അപ്പൊ അവിടേക്ക് എന്താന്ന് വെച്ചാൽ ഈ ഓരോ പണികളൊക്കെ ചെയ്യിച്ചിട്ടും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുഴി കിണർ മാറ്റുക, കുളം മാറ്റുക, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് മരാമത്ത് സൃഷ്ടിക്കുക. ഇതൊക്കെ ചെയ്തുകൊണ്ട് ഇവർ പണം, എനിക്ക് തോന്നുന്നു, ഞാൻ ഇവരെ ആരും അവഹേളിക്കല്ല, ഈ കാണിക്കുന്ന മുഴുവൻ അയ്യപ്പന്റെ ശാപം കിട്ടാനുള്ള പണികളായി കാണിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും നമ്മൾ അതിനെ അറിയാതെ കൂട്ടുനിന്ന് പോകാന്നൊരു പേടിയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ, വിശ്വാസികളുടെ മനസ്സിൽ. അതുകൊണ്ട് ഇതിന് തികച്ചും ഗൗരവമായ ശിക്ഷ കിട്ടുന്ന ഒരു വിഷയമാണ്. അത്ര നിസ്സാരമായിട്ട് ഇതിനൊക്കെ അന്ധവിശ്വാസമല്ല ഈ പറയുന്നത്, ഇത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് വേണ്ട ഒന്നുകൂടെ അത് ശാസ്ത്രീയമായിട്ട് പിന്നെ നിർബന്ധമായിട്ട് നമുക്ക്
ഹിന്ദുക്കൾ ഇത് ഒന്ന് തിരിച്ചറിയണം. ഇതിനകത്ത് രാഷ്ട്രീയം പറഞ്ഞ് നമ്മളെ വിട്ടികളാക്കുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ശാസ്ത്രയുക്തി ഒരു തന്ത്രി ഞാൻ പുരോഹിതൻ കൂടെ ആയതുകൊണ്ട് പറയാണ്, ദേവന്റെ അഹിതമേ ഇത് വരുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കൃത്യമായ പണ്ഡിതന്മാരായിട്ടുള്ള ജ്യോത്സ്യന്മാരെ വിളിച്ച് സന്നിധാനത്തിൽ വെച്ച് പ്രശ്നം വെച്ച് കൃത്യമായ സത്യങ്ങൾ ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തി ഓരോ ഹിന്ദുവിന്റെയും ഓരോ മലയാളിയുടെയും ആവശ്യമാണെന്ന് ഞാൻ പറയുന്നത് ഈ വിഷയം. ഇതിനെ നമ്മളെ ഈ ഒരു വിഷയത്തില് അവിടെ സംഭവിച്ച വിഷയങ്ങൾക്കൊക്കെ ദേവനോട് പ്രായശ്ചിത്തം ചെയ്യണം ഇവരെല്ലാവരും ദേവന്റെ മുമ്പിൽ വന്ന്. കാരണം ഇത് തോന്നിയാസം കാണിക്കാനുള്ള സ്ഥലമല്ല ശബരിമല. അപ്പൊ അത് ഉൾക്കൊണ്ടുകൊണ്ട് ആചാരപരമായ വിഷയങ്ങളെക്കുറിച്ച് അറിവ് എന്തൊക്കെയാണ് ഈ കാണിക്കുന്ന ഒരു ഭയം തോന്നിപ്പോകും നമുക്ക്. അതുകൊണ്ട് ഇപ്പൊ കാണിക്കുന്നത് ഈ സ്വർണ്ണ അവിടെ ഇതൊക്കെ കൊണ്ട് ഫിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയും തന്നെ സ്വർണ്ണം ഉണ്ടോന്ന് നമ്മളെ ബോധ്യപ്പെടണ്ടേ? അയ്യപ്പനെങ്കിലും ബോധ്യപ്പെടുത്തണ്ടേ? ഇത് ജനത്തിനെ ഇത്രയും ഉണ്ട് അത് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതൊക്കെ ഈ തൊണ്ടി മുതലാണല്ലോ ഇതൊക്കെ അപ്പൊ അത് ബോധ്യപ്പെടാതെ നിയമപരമായിട്ടും ഇനിയിപ്പോ ഇത് പറയാം എത്രയും സ്വർണ്ണമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഇളക്കിയാൽ അത് അതിലും വലിയ ദോഷമല്ലേ? അപ്പൊ ഇത് ബോധ്യപ്പെട്ട് കൃത്യമായ ധാരണയോടുകൂടി അല്ലാതെ ഇതൊക്കെ ചെയ്താൽ ഇതിന്റെയൊക്കെ ശിക്ഷ നമ്മുടെ അനുഭവിക്കേണ്ടി വരികയെന്നേ. അവിടെ വിശ്വാസി സമൂഹത്തിൽ മൊത്തം ശ്രദ്ധിക്കണം. ഈ വിഷയങ്ങളിലൊക്കെ അറിവില്ലാഞ്ഞിട്ടാണോ വിവരക്കേടാണോ കാണിക്കുന്ന അറിയില്ല, എല്ലാം ഭയങ്കര കുഴപ്പത്തിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇപ്പൊ കാണിക്കുന്ന അത് തെറ്റാണ്. ഇതെല്ലാം തെളിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അത് ബോധ്യപ്പെട്ട് ഇത്രയും തന്നെ സാധനം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ട് വേണം അത് അവിടെ തിരിച്ചുകൊണ്ട് അത് ഫിറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ ഈ കൃത്യമായ ദൈവപ്രശ്നം ചെയ്ത് ഇതിന്റെ സത്യാവസ്ഥ നെല്ലും പതിരും തിരിഞ്ഞ എന്താണ് ഭഗവാൻ നമ്മളോട് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടാനുണ്ട് നമ്മുടെ ഭക്തജനങ്ങൾക്കൊക്കെ. അപ്പൊ അതിന് ആ സാഹചര്യം ഉണ്ടാവണം. ഇതിനകത്ത് എത്ര കാലമായി നടക്കുന്ന തോന്നിയവാസമായി കാണും. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ തോന്നുന്നു. ഈ അവസരത്തിൽ സമയമില്ലാത്തതുകൊണ്ടാണ്. ഓരോ നിയമനങ്ങൾക്കും ഓരോ കാര്യങ്ങൾക്കും ഇവരുടെ നിന്നൊക്കെ പണം വാങ്ങിച്ച് ഒരുപാടൊക്കെ വിഷയങ്ങളുണ്ട് അവിടെ. ഇതൊക്കെ ഒരു അഴിമതി ഇല്ലാത്ത ഏറ്റവും സുതാര്യമായ കേന്ദ്രമായിട്ട് ശബരിമല മാറ്റാൻ ഭഗവാൻ തന്നെ പരിപാടി തുടങ്ങിയിരിക്കുക. ഇപ്പോഴേ ഇത് മനസ്സിലാക്കാതെ ചെയ്യുന്നവരൊക്കെ പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടത് അത്രയും ഗൗരവം കൊടുത്ത് തന്നെ വേണം ഈ വിഷയത്തെ കാണാൻ. ഇപ്പൊ കാണിക്കുന്നത് തികച്ചും അനുചിതമാണ്. അത് പിന്നെ നിയമപരമായിട്ടും കോടതിയെ ബോധ്യപ്പെടുത്തി ഇത്രയും പോയ സ്വർണം മുഴുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷമേ അത് ഫിറ്റ് ചെയ്യാവൂ. അത് പിന്നെ തൊണ്ടി മുതലാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ അത് ബോധ്യപ്പെട്ടിട്ട് അവസാനം ജനങ്ങളെ മുഴുവൻ ബോധ്യപ്പെടുത്തി ഭക്തജനങ്ങളെ മുഴുവൻ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇതുവരെ ഞങ്ങൾ ചെയ്ത തെറ്റിനൊക്കെ ഭഗവാനോട് മാപ്പിരക്കുന്ന ഏർപ്പാട് എല്ലാം അവിടെ ചെയ്തിട്ട് ഇനി മേലാൽ ഈ പണി ചെയ്യരുതെന്ന് ഭഗവാനെ ഫീൽ ചെയ്യത്തക്കവണ്ണം പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് വേണം ഇതിന്റെ താന്ത്രിക കർമ്മങ്ങളൊക്കെ ശുദ്ധി കർമ്മങ്ങളൊക്കെ പിന്നീട് ചെയ്യേണ്ടത്. ഇതല്ലെങ്കിൽ ഇത് സാധാരണ ഭാഷ പറഞ്ഞാൽ കുലം മുടിയുന്ന ഏർപ്പാടായി കാണിക്കും. ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് വിനീതമായിട്ട് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെയധികം നന്ദി ഈ ഒരു ഘട്ടത്തിൽ നമ്മോട് പ്രതികരിച്ചതിന്.